മാർക്കോ ബ്രഹ്മാണ്ഡ റിലീസായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഒരു പ്രതീക്ഷ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ? പ്രതീക്ഷ എന്താ പറയുക, മലയാള സിനിമയെ എന്താ പറയുക ഒരു വേറെ ലെവലിൽ മാർക്ക് ചെയ്യുന്ന സിനിമയായിരിക്കും മാർക്കോ. അതിൽ അവരുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ആ സിനിമയുടെ മേക്കേഴ്സ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം വയലൻസ് ഇതുവരെ മലയാള സിനിമയിലുള്ള പീക്ക് ലെവൽ, പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക സെൻസർ ചെയ്ത ഒരു സെൻസറിൻ്റെ സർട്ടിഫിക്കറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ലീക്ക് ആയതാണോ ലീക്ക് ആക്കിയതാണോ എന്നറിയില്ല. അതിലുള്ള അവർ നീക്കം ചെയ്ത രംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിപ്പോൾ സ്പാനിഷ് കൊറിയൻ സിനിമകൾ കണ്ട് ശീലിച്ചവർക്കോടും ആ നീക്കം ചെയ്ത രംഗങ്ങളുടെ ആ ഒരു പൈശാചികത ഓർക്കുമ്പോൾ ആ ഒരു അങ്ങനത്തെ രംഗങ്ങളാണ് അതിൽ നിന്ന് ഇപ്പം നീക്കം ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേയധികം സീനുകൾ അവർ ബ്ലർ ചെയ്തിട്ടുണ്ട്, കുറേ സീനുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നാളെ തന്നെ ഈ തിയേറ്റർ കണ്ടില്ലെങ്കിൽ ഇതിന് കൂടുതൽ ഇതിന് കംപ്ലൈൻ്റ് ഒക്കെ വന്ന് കൂടുതൽ സീനുകൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് സർട്ടിഫൈഡ് അല്ലാത്ത മൂവിയിൽ പോലും അങ്ങനത്തെ സീനുകൾ ആൾക്കാർ സ്വീകരിക്കാത്തത് കൊണ്ട് റിമൂവ് ചെയ്ത സംഭവങ്ങൾ. തന്മാത്രയിലെ ലാലേട്ടൻ്റെ സീനൊക്കെ അങ്ങനെ ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിട്ട് പിന്നെ ഒരു എന്താ ഫുൾ ന്യൂഡായിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു, അത് പിന്നെ സിനിമയിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഈ സിനിമയിൽ എനിക്കറിയില്ല, അതുകൊണ്ട് ക്യാച്ച് ചെയ്യേണ്ട ഒരു എത്രയും പെട്ടെന്ന് ഫസ്റ്റ് ഡേ തന്നെ ക്യാച്ച് ചെയ്യേണ്ട ഒരു ഗംഭീര സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ രണ്ട് രീതിയിൽ പോവാം. ഇതിപ്പോൾ പരാജയപ്പെട്ടാൽ നമ്മൾ ഇത്രയും ബിൽഡപ്പോടെ വന്ന റീസെൻ്റ് ഒരു ഇതാണ് DQവിൻ്റെ കിങ് ഓഫ് കൊത്ത്, ആ ലെവലിലേക്ക് പോവാം. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അല്ലു അർജുൻ ലെവൽ, പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസൊക്കെ ആയിട്ട് ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ എനിക്കത് കാണാനാണ് ആഗ്രഹം. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള എല്ലാവരും ഓൾറെഡി നമ്മുടെ സിനിമ ടോപ്പ് ലെവലിൽ ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണ് കണ്ടന്റിൻ്റെ വ്യത്യസ്തത കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോണ്ടന്റ് എന്തായാലും അവർ വയലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫാമിലി ഡ്രാമയോ കോമഡിയോ അതും വിചാരിച്ച് ആരും വരുന്നത് വയലൻസ് ആണ്, കംപ്ലീറ്റ് വയലൻസ്. അപ്പോൾ അതിലുള്ള ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും മാർക്കോ എന്ന് തന്നെയാണ് പ്രതീക്ഷ.